Hello guys, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന Realme X2 Pro എന്നൊരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ റിയൽമിയുടെ ഒരു ഫസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കും. Realme X, XT പോലുള്ള സ്മാർട്ട് ഫോൺസിൻ്റെ ഒരു കംപ്ലീറ്റ് അപ്ഗ്രേഡഡ് പാക്കേജാണ് Realme X2 Pro എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണ് നമുക്ക് ലഭിക്കുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 855 പ്ലസുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലീക്സും കുറേ സ്പെസിഫിക്കേഷൻസും ഒക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഡിസൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇമേജസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആ ഒരു ഇമേജസ് നിന്ന് വ്യക്തമാകുന്നത് ഫ്രണ്ടിൽ നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് കാണാൻ സാധിക്കും. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 64 MB ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് കാണാൻ സാധിക്കും. റിയൽമിയുടെ ബ്രാൻഡിങ് അവർ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. റിയൽമിയുടെ ബ്രാൻഡിങ് നമ്മുടെ ക്യാമറയുടെ തൊട്ട് താഴെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 90 ഹേർട്സിൻ്റെ ഒരു സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. കൊണ്ട് തന്നെ അവിടെ നമുക്കൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, പ്രൊസസ്സറിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ ബാറ്ററിയാണ്. 3900 mAh ബാറ്ററിയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു സൂപ്പർ വൂക്ക് ചാർജിങ് ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് 1% 100% ചാർജ് ആക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റും 53 സെക്കൻഡുമാണ്. എന്തായാലും ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് സൂപ്പർ വൂക്ക് ചാർജിങ്. 50 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജിങ്. ഓക്കെ, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില എക്സ്പെക്റ്റ് ചെയ്യുന്നത് 20-നും 25-നും ഇടയ്ക്കാണ്. നമുക്കത് ഇത് ഒക്ടോബർ 15-ന് ചൈനയിലും യൂറോപ്പിലും ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഡിസംബർ ആകുമ്പോഴത്തേക്കും ഇന്ത്യയിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ മെയിനായിട്ടും കോമ്പീറ്റ് ചെയ്യുന്ന Redmi K20 Pro അതേപോലെ തന്നെ നമ്മുടെ OnePlus 70 പോലുള്ള സ്മാർട്ട് ഫോൺസുമായിട്ടാണ്. OnePlus 70 പോലുള്ള ഒരു സ്മാർട്ട് ഫോണുമായിട്ട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് ക്യാമറ ഞാൻ പറഞ്ഞു 64 MB ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. Realme XTയിൽ നമ്മൾ കണ്ടതാണ്. Realme XTയിൽ നമ്മൾ അതിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കണ്ടതാണ്. Realme 5 Proയിലും ക്വാഡ് ക്യാമറ സെറ്റപ്പ് കണ്ടതാണ് 64 MB. പക്ഷേ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് റിയൽമിയുടെ സ്മാർട്ട് ഫോൺസ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങൾ OnePlusൻ്റെ സ്മാർട്ട് ഫോൺസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ക്യാമറ വൈസ് ആയിരിക്കും മിക്കവാറും കോമ്പറ്റീഷൻസ് വരാൻ സാധ്യതയുള്ളത്. ക്യാമറ കുറച്ചുകൂടെ അവർ ഇമ്പ്രൂവ് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിവൈസ് ആയിരിക്കും Realme X2 Pro എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ NFC ഇൻക്ലൂഡഡ് ആണ്, ഡ്യുവൽ ബാൻഡ് വൈഫൈ ഉണ്ട്, അതേപോലെ ഡ്യുവൽ ഫ്രീക്വൻസി GPS സപ്പോർട്ടഡ് ആണ്. അതേപോലെ ടച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫീച്ചേഴ്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി. പിന്നീട് ഇതിൽ ലിക്വിഡ് കൂളിംഗ് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ ലഭിക്കേണ്ട ഒരുവിധം എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺസിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എനിക്കിതിൻ്റെ ഏറ്റവും ഞാൻ കാത്തിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയിൽ എന്തുമാത്രം ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിൽ വരുത്തുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കും ഇതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.